ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോർപ്പറേറ്റ് ലോകത്തെ ഒരുതരം മാച്ച് മേക്കിങ്ങിനെ പറ്റിയാണ്. അതായത് ഒരു വലിയ കമ്പനി മറ്റൊരു കമ്പനിയെ വാങ്ങാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന്, അവരുടെ ആ രഹസ്യ പ്ലേ ബുക്കിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇങ്ങനെയുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു വലിയ ടെക് കമ്പനി ഒരു കുഞ്ഞു സ്റ്റാർട്ടപ്പിനെ $1 ബില്യൺ വാങ്ങി എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആലോചിക്കും, എന്തിനായിരിക്കും ഇത്രയും വലിയ തുകയൊക്കെ കൊടുക്കുന്നത്? പിന്നെ ആയിരക്കണക്കിന് കമ്പനികളുണ്ടായിട്ടും എങ്ങനെയാണ് അവർ കൃത്യമായി ഈ ഒരെണ്ണത്തെ തന്നെ തിരഞ്ഞെടുത്തത്? അപ്പോൾ ഇതങ്ങനെ ഒരു ലോട്ടറി എടുക്കലല്ല, ഇതൊരു പക്കാ സ്ട്രാറ്റജിക് ഹണ്ടാണ്, കൃത്യമായ പ്ലാനിങ്ങോടെയുള്ളൊരു വേട്ട. ശരി, നമുക്ക് അവരുടെ അപ്ലൈ ബുക്ക് ഒന്ന് തുറന്നു നോക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം ഒരു ലക്ഷ്യത്തിൽ നിന്നാണ്. ഒരു കമ്പനി എന്തിനാണ് മറ്റൊരു കമ്പനിയെ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകുന്നത്? അതിന് പിന്നിലൊരു കാരണമുണ്ടാകും. എന്താണ് നേടേണ്ടത് എന്നവർക്ക് നല്ല വ്യക്തതയുണ്ടാകും. അതാണ് സ്റ്റെപ്പ് 1. ഓരോ ഡീലിനും പിന്നിൽ കൃത്യമായൊരു പ്ലാനുണ്ട്. ചിലപ്പോൾ പുതിയൊരു മാർക്കറ്റിലേക്ക്, അതായത് പുതിയൊരു രാജ്യത്തേക്ക് ബിസിനസ് വളർത്താനായിരിക്കും. അല്ലെങ്കിൽ വേറെ ആരുടെ കയ്യിലും ഇല്ലാത്ത ഒരു കിടിലൻ ടെക്നോളജി സ്വന്തമാക്കാൻ. ചിലപ്പോഴോ ഒരു പ്രത്യേക കാര്യത്തിൽ കഴിവുള്ള ഒരു ടീമിനെ മൊത്തത്തിൽ അങ്ങ് കിട്ടാൻ വേണ്ടിയായിരിക്കും. അതുമല്ലെങ്കിൽ 2 കമ്പനികളും ഒന്നിക്കുമ്പോൾ ചെലവ് കുറയ്ക്കാമെന്നതാവും ചിന്ത. അപ്പോൾ ലക്ഷ്യമെന്തായാലും ആ തിരച്ചിലിന്റെ തുടക്കം അവിടെ നിന്നാണ്. ശരി, ലക്ഷ്യം സെറ്റായി. ഇനി അടുത്ത സ്റ്റെപ്പ്, വാങ്ങാൻ സാധ്യതയുള്ള കമ്പനികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഇതിന് നമ്മൾ ടാർഗറ്റ് ലിസ്റ്റ് എന്ന് പറയും. തുടക്കത്തിൽ ഇവർ കഴിയുന്നത്ര വലിയൊരു വലയാണ് വീശുന്നത്. ഈ ആദ്യത്തെ ലിസ്റ്റിനെയാണ് ലോങ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യവുമായി കുറച്ചെങ്കിലും ചേർച്ചയുണ്ടെന്ന് തോന്നുന്ന എല്ലാ കമ്പനികളെയും ഇതിൽപ്പെടുത്തും. ഇതൊരു വലിയ ലിസ്റ്റായിരിക്കും. ചിലപ്പോൾ ആയിരക്കണക്കിന് കമ്പനികൾ വരെ ഇതിൽ കണ്ടേക്കാം. ഇവിടെ ഒരു കാര്യമുണ്ട്. ഈ തിരച്ചിൽ ഒരൊറ്റ ഇൻഡസ്ട്രിയിൽ ഒതുങ്ങണമെന്നില്ല. ടെക് കമ്പനി വേറൊരു ടെക് കമ്പനിയെ തന്നെ വാങ്ങണമെന്നില്ല. ചിലപ്പോൾ ടെക്, ഹെൽത്ത് കെയർ, റീറ്റെയിൽ, മാനുഫാക്ചറിംഗ് ഇങ്ങനെ പലയിടത്തും അവർ നോക്കും. എവിടെയാണ് തങ്ങളുടെ ലക്ഷ്യം സാധിക്കാൻ പറ്റിയൊരു കമ്പനിയുള്ളത്, അവിടേക്കായിരിക്കും അവരുടെ നോട്ടം. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലൊരു വലിയ ലിസ്റ്റുണ്ട്. ഇനി ഇത് ചെറുതാക്കണം. അതിനുള്ള ആദ്യത്തെ ഫിൽറ്ററാണ് നമ്പേഴ്സ്. വളരെ പെട്ടെന്നുള്ള ഒരു കണക്ക് നോക്കണം. ആദ്യം നോക്കുന്നത് വരുമാനമാണ്. അതായത് ആ കമ്പനിക്ക് ഒരു മിനിമം സൈസ് എങ്കിലും ഉണ്ടോ? ഒരു നിശ്ചിത വാർഷിക വരുമാനത്തിൽ താഴെയുള്ള കമ്പനികളെ ആദ്യമേ ലിസ്റ്റിൽ നിന്ന് വെട്ടും. രണ്ടാമത്തെ കാര്യം ലാഭം. കമ്പനി ലാഭത്തിലാണോ ഓടുന്നത്? EBITDA മാർജിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നോക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, കമ്പനിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ നിന്ന് എത്രത്തോളം ലാഭം കിട്ടുന്നുണ്ട് എന്നതിൻ്റെ ഒരു കണക്കാണിത്. ഇത് നോക്കിയാൽ കമ്പനി എത്ര എഫിഷ്യൻ്റാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിന് എന്ത് വില വരും? ഈ കമ്പനിയുടെ മൂല്യം ഏകദേശം എത്രയാണ്? ഇത് നമുക്ക് താങ്ങാൻ പറ്റുന്നതാണോ? അപ്പോൾ ഈ 3 കടമ്പകളും പെട്ടെന്ന് പാസ്സാവുന്നവർ മാത്രം അടുത്ത റൗണ്ടിലേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ ലിസ്റ്റ് ഇപ്പോൾ കുറച്ചുകൂടി ചെറുതായി. ഇനി വെറും കണക്കുകൾ മാത്രം നോക്കിയാൽ പോരാ, കുറച്ചുകൂടി ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കണം. ഇവിടെയാണ് യഥാർത്ഥ കളി തുടങ്ങുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് സിനർജി. എന്താണിത്? അതായത് 2 കമ്പനികൾ ഒന്നിക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടെയുള്ള മൂല്യം അവ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം. നമ്മൾ പറയില്ലേ 1+1 = 3. ആ ഒരവസ്ഥ, അതാണ് ഏതൊരു ഡീലിൻ്റെയും പ്രധാന ലക്ഷ്യം. ഈ പറയുന്ന അധിക മൂല്യം പല രീതിയിലുണ്ടാകാം. ചിലപ്പോൾ 2 കമ്പനികൾ ഒന്നിക്കുമ്പോൾ ഒരുപാട് ചെലവുകൾ കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ 2 പേർക്കും കൂടെ പുതിയ മാർക്കറ്റുകൾ പിടിക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ ഒരാളുടെ ടെക്നോളജിയും മറ്റൊരാളുടെ എക്സ്പെർട്ടൈസും ഒന്നിക്കുമ്പോഴും ഈ സിനർജി ഉണ്ടാകും. പക്ഷേ ഒരു നല്ല ഡീൽ എന്ന് പറയുന്നത് പണത്തിൻ്റെയോ ടെക്നോളജിയുടെയോ മാത്രം കണക്കല്ലല്ലോ, അല്ലേ? അവിടുത്തെ ആളുകളുടെ കാര്യമോ? അവിടെയാണ് പലപ്പോഴും പലർക്കും പിഴയ്ക്കുന്നത്. ഇവിടെയാണ് കൾച്ചറൽ ഫിറ്റ് അഥവാ സാംസ്കാരികമായ ചേർച്ച എന്ന ആശയം വരുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ. വാങ്ങുന്ന കമ്പനി വളരെ ഫോർമലാണ്. ഒരു ബോസ് പറയും, ബാക്കിയുള്ളവരെ കേൾക്കും. അതേസമയം വാങ്ങാൻ പോകുന്ന കമ്പനി വളരെ ഫ്രീ ആണ്. അവിടെ എല്ലാവരും ഒരുമിച്ച് ചർച്ച ചെയ്താണ് തീരുമാനമെടുക്കുന്നത്. ഇവ രണ്ടും ഒന്നിച്ചാൽ എങ്ങനെയിരിക്കും? ഈ വ്യത്യാസം മാത്രം മതി ആ ലയനം മൊത്തത്തിലൊരു പരാജയമാകാൻ. ഇതെത്രത്തോളം പ്രധാനമാണെന്ന് നോക്കൂ. മാർക്കറ്റ് ഫിറ്റിന് 10-ൽ 9 മാർക്കുണ്ട്, കൊള്ളാം. ടെക്നോളജി ഫിറ്റിന് 8 ഉണ്ട്, അതും നല്ലതാണ്. പക്ഷേ കൾച്ചറൽ ഫിറ്റ് നോക്കൂ, വെറും 4. ഇതൊരു വലിയ റെഡ് ഫ്ലാഗാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഒരുപക്ഷെ ആ ഡീൽ നടക്കാതെ പോയേക്കാം. ഈ ആഴത്തിലുള്ള പരിശോധനയുടെ അവസാന ഭാഗം റിസ്ക് അനാലിസിസ് ആണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? ചിലപ്പോൾ നിയമപരമായ എന്തെങ്കിലും കുരുക്കുകളുണ്ടാകാം, അല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് മോശമാകാം, അതുമല്ലെങ്കിൽ ലയനത്തിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാതെ വരാം. അപ്പോൾ മുന്നിലുള്ള കുഴിബോംബുകളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ
നമ്മൾ ഈ വലിയ ഫണലിന്റെ ഏറ്റവും താഴെ എത്തിയിരിക്കുന്നു. ആയിരക്കണക്കിന് കമ്പനികളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കയ്യിൽ വിരലെണ്ണാവുന്ന 2-3 മികച്ച ഓപ്ഷനുകൾ മാത്രം. ഇനി ഫൈനൽ കോൾ എടുക്കാനുള്ള സമയമാണ്. അപ്പോ അവസാനത്തെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുമായി ഔദ്യോഗികമായി സംസാരം തുടങ്ങും. അതിനുശേഷം വളരെ ആഴത്തിലുള്ള സാമ്പത്തികവും നിയമപരവുമായ പരിശോധനകൾ നടത്തും. ഇതിനെയാണ് ഡ്യൂ ഡിലിജൻസ് എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞാൽ ഈ ലയനം ശരിക്കും പ്രായോഗികമാണോ എന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തും. ഒടുവിൽ ബോർഡിന്റെ മുന്നിൽ ഒരു ഫോർമൽ പ്രപ്പോസൽ വയ്ക്കും. അപ്പോൾ അവസാനം അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ലോകമെമ്പാടും സുസ്ഥിരമായി വളരാൻ ഞങ്ങളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച സ്ട്രാറ്റജിക്കും സാമ്പത്തിക മൂല്യവുമുള്ള കമ്പനി ഏതാണ്? ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് ഇത്രയും വലിയ പ്രോസസ്സ്. ഈ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് എത്രമാത്രം സങ്കീർണമാണെന്ന് ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലേ?